എല്ലാവർക്കും നമസ്കാരം. അവിട്ടനാളിൻ്റെ അവസാനത്തെ 2 പാദങ്ങളും ചതയവും പൂരുട്ടാതിയുടെ ആദ്യത്തെ 3 പാദങ്ങളും ഉൾപ്പെടുന്ന കുംഭക്കൂറിൽ ജനിച്ചവരുടെ ശനിമാറ്റ ഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. കുംഭക്കൂറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി ഭഗവാൻ 2025 മാർച്ച് 29-ാം തീയതി മീനക്കൂറിലേക്ക് മാറാൻ പോവുകയാണ്. ഇപ്പോൾ ഏഴരശനി നടക്കുന്ന കുംഭക്കൂറുകാർക്ക് 2ാം ഭാവത്തിലേക്ക് ശനി മാറുമ്പോൾ ഏഴരശനിയുടെ അവസാന ഘട്ടം തുടങ്ങുന്നതാണ്. ജന്മശനി കാലത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് ഇനി ആരോഗ്യം മെച്ചപ്പെടും. അതേസമയം നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുകയും അതുമൂലം ചില പ്രശ്നങ്ങൾ വന്നു ചേരാനും സാധ്യതയുള്ള സമയമാണ് വരാൻ പോകുന്നത്. പണം കൊടുക്കൽ വാങ്ങൽ സംബന്ധമായ കാര്യങ്ങളിലും ജാഗ്രത പാലിക്കേണ്ട സമയമാണിത്. ജോലിയിലുള്ളവർക്ക് ജോലിഭാരം കൂടുമെങ്കിലും അതിനനുസരിച്ചുള്ള പ്രതിഫലവും ലഭിക്കുന്നതാണ്. ജീവിത പങ്കാളിക്ക് ഇടയ്ക്കിടെ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു പോകും. ജാതക രീതിയിൽ നടക്കുന്ന ദശാപഹാരങ്ങൾ അനുകൂലമാണെങ്കിൽ മാത്രം പുതിയ തൊഴിൽ തുടങ്ങുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. അവിട്ടനാളിൻ്റെ അവസാനത്തെ 2 പാദങ്ങൾ ജനിച്ചവർക്ക് ദോഷഫലങ്ങൾ കുറവായിരിക്കും. മാത്രമല്ല 2025-ലെ വ്യാഴമാറ്റത്തിന് ശേഷം സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും. അതിനെപ്പറ്റി വ്യാഴമാറ്റത്തെക്കുറിച്ചുള്ള വീഡിയോയിൽ വിശദമായി പറയാം. ഇപ്പോൾ ശനിദശ നടക്കുന്നവർ പണം കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ചതയനാളുകാർക്ക് ഒരു വശം ചിലവുകൾ വന്നാലും മറുവശം വരുമാനവും വന്നു ചേരുന്നതാണ്. ശനിദശ നടക്കുന്നവർക്ക് വരുമാനത്തിൽ കുറവുണ്ടാകുമെന്നല്ലാതെ മറ്റു ദോഷഫലങ്ങളൊന്നും വരികയില്ല. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് തൊഴിൽപരമായി ഉണ്ടായിരുന്ന മന്ദനില മാറും. ഉരുട്ടാതി നാളുകാർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നം, മനോവിഷമം എന്നിവ മാറും. ജോലിയിലുള്ളവർക്ക് തടസ്സപ്പെട്ടിരുന്ന പ്രൊമോഷൻ ലഭിക്കും. കേതുദശ നടക്കുന്നവർക്ക് ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരും. മൊത്തത്തിൽ നോക്കുമ്പോൾ വരാൻ പോകുന്ന ശനിമാറ്റം കുംഭക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ നൽകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുംഭക്കൂർ ജനിച്ചവരുടെ ശനിമാറ്റ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ മീനക്കൂർ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.